ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പട്ടിയാല പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ മെഷർമെൻറ്റ് ഓൾറെഡി കസ്റ്റമർ തന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് അയൺ ചെയ്ത് വെച്ചതാണ് കേട്ടോ. കാരണം നമുക്ക് ചുളിവുകളും കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നന്നായിട്ട് മെഷർമെൻറ്റൊക്കെ എടുക്കാനായിട്ട് പറ്റുക. ക്ലോത്ത് നമുക്ക് 4ആയിട്ട് മടക്കിയിടാം. ഫോൾഡ് ചെയ്തിട്ടുള്ള ഭാഗം നമ്മുടെ സൈഡിലേക്കും ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഓപ്പോസിറ്റ് സൈഡിലേക്കും കേട്ടോ. ഇത് 2 മീറ്ററിൻ്റെ ഒരു പാൻറ്റിൻ്റെ മെറ്റീരിയലാണ്. നമുക്ക് സെറ്റായിട്ട് മേടിക്കുമ്പോൾ കിട്ടുന്ന മെറ്റീരിയലാട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു അളവ് തന്നിട്ടുള്ള പാൻറ്റിൻ്റെ സെയിം അളവിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളത്. നമുക്ക് ലെങ്ത്തോ അല്ലെങ്കിൽ വീതിയോ ഒന്നും കൂട്ടേണ്ട ആവശ്യമില്ല. കറക്റ്റ് ലെങ്ത്തിൽ തന്നെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൽ ഈ ഒരു പാൻറ്റിൽ 2 പോർഷനായിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. ലെഗ് പീസ് വേറെയും അതുപോലെ വേസ്റ്റ് ബാൻഡ് വേറെയും. അപ്പോൾ ലെഗ് പീസാണ് നമ്മൾ ആദ്യം മെഷർമെൻറ്റ് എടുക്കുന്നത്. എത്രയാണ് നീളം എന്നുള്ളത് മെഷർ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നമുക്കിവിടെ ലെഗിൻ്റെ ഭാഗം കിട്ടിയിട്ടുള്ളത് 33 ഇഞ്ചാണ് ലെങ്ത്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു 33 ഇഞ്ച് നമുക്ക് ഇതിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് മുൻപായിട്ട് ഞാൻ താഴ്ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്തിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് താഴ്ഭാഗം കുറച്ചൊന്ന് അൺഈവൻ ആയിട്ടാണുള്ളത്. അപ്പോൾ അതൊന്ന് ഞാൻ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വരച്ചു കൊടുത്തതാണ്. ഇനിയാണ് നമുക്ക് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാനുള്ളത്. അപ്പം നമ്മുടെ 33 ഇഞ്ചിൻ്റെ കൂടെ നമുക്ക് താഴ്ഭാഗം മടക്കി അടിക്കാനായിട്ട് ഒരു 2 ഇഞ്ച് കൂടി എക്സ്ട്രാ വേണം. അപ്പോൾ അതും കൂടി ചേർത്തിട്ടാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം 2 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈന് വരച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്കൊരു 33 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് താഴേന്ന് ഒരു 33 ഇഞ്ച് മുകളിലേക്ക് വെച്ചിട്ട് ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ആ ഒരു സ്ട്രെയിറ്റ് ലൈന് വരച്ചു കൊടുക്കാം. നമ്മൾ സ്ട്രെയിറ്റ് ലൈന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രോച്ച് ഏരിയയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ക്രോച്ച് ഏരിയ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേസ്റ്റ് ബാൻഡ് മുതലല്ല, വേസ്റ്റ് ബാൻഡ് കഴിഞ്ഞിട്ട് ക്രോച്ചിലേക്ക് വരുന്ന ലെങ്ത്താണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ആ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ മെഷർ ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണോ നിങ്ങൾക്ക് കിട്ടുന്നത്, നിങ്ങളുടെ അളവിൽ എത്രയാണോ ലെങ്ത്ത് ഉള്ളത് അതാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 8.5 ഇഞ്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഞാനിതുപോലെ നമ്മൾ 33 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത പോയിൻറ്റിൽ നിന്ന് താഴേക്ക് ഒരു 8.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എത്രയാണോ വീതി വേണ്ടതെന്ന് നോക്കാം കേട്ടോ. നോർമലി നമ്മൾ ഈ ഒരു മെറ്റീരിയലൊക്കെ ഒരു 44 ഇഞ്ച് വിടുത്ത് വരുന്ന മെറ്റീരിയലാണെങ്കിൽ ഫുള്ളായിട്ടുള്ള വീതി നമുക്ക് വേണ്ടി വരും. കാരണം പ്ലീറ്റ്സൊക്കെ ഇട്ട് കൊടുക്കേണ്ട ഭാഗങ്ങളാണല്ലോ. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ മെഷർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് 20.5 ആണ്. 20.5 ഇഞ്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ ഒരു സെയിം മെഷർമെൻറ്റ് തന്നെ ഇതിൽ കൊടുക്കുകയാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോട്ടൽ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിട്ട് 1/2 ഇഞ്ചോ 1 ഇഞ്ചോ ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിട്ട് കൊടുത്താൽ മതി. നമുക്ക് ചെറിയ രീതിയിൽ മാത്രമേ അവിടെ ഒരു ക്രോച്ച് മാർക്ക് ചെയ്യാനുണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിട്ട് അളവെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു മാർക്കിങ്ങും കൂടി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ വരുന്ന വീതി എത്രയാണോ അത്ര ലൂസ് വേണം എന്നുള്ളത് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 7 ഇഞ്ചാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അത് നമുക്ക് താഴെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് തയ്യൽ തുമ്പ് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഞാനൊരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ മടക്കി അടിക്കുന്ന ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് ചരിച്ചിട്ടാണ് നമ്മൾ ഒരു മാർക്കിങ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ 2 പോയിൻറ്റും കൂടി ജോയിൻറ്റ് ചെയ്യുന്ന ക്രോച്ച് ഏരിയയും അതുപോലെ നമ്മുടെ താഴെ ഭാഗം കൂടി ജോയിൻ ചെയ്യുന്ന രീതിയിലൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇതുപോലുള്ള സ്കെയിൽ യൂസ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ചെറിയൊരു ഷേപ്പിലൊന്ന് വരച്ചെടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ടുള്ള മാർക്കിങ് വരുന്നത്. സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. കൂടുതൽ നമ്മളിപ്പോൾ പലാസോ ആണ് ചെയ്യാറുള്ളത്. പട്ടിയാല കുറേ കസ്റ്റമറൊന്നും അങ്ങനെ പട്ടിയാല പറയുന്നത് കുറവാണ്. പക്ഷേ എനിക്ക് ഈ തവണ കിട്ടിയതിൽ 3 ഈ ആഴ്ച ഞാൻ അടിച്ചു കൊടുത്തിട്ടുള്ളതെല്ലാം 3 ഈ സെറ്റുകളാണ്. അപ്പോൾ അതിൽ ഒരു കസ്റ്റമറുടെ മാത്രമാണ് ഇതുപോലെ പട്ടിയാല എന്നുള്ളൊരു വെറൈറ്റി വന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ കാലിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ്
എത്രയാണ് മെഷർമെൻറ്റ് എടുക്കേണ്ടതെന്ന് നോക്കാം. വേസ്റ്റിൽ നമുക്ക് മുകൾ ഭാഗത്ത് ചരടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇലാസ്റ്റിക്കിന് പകരം നമ്മൾ ചരടാണ് വെക്കുന്നത്. അപ്പം അത് തൊട്ടിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുക. അപ്പം ഞാൻ ആ ഭാഗം ഒഴിച്ചിട്ട് നമുക്ക് നോർമലി വരുന്നത് 6.5 ഇഞ്ചാണ്. 6.5 ഇഞ്ചിൻ്റെ കൂടെ നമുക്ക് മുകളിലേക്ക് മടക്കി തയ്ക്കാനെല്ലാം കൂടി ചേർത്ത് ഞാനൊരു 2 ഇഞ്ച് കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടോട്ടൽ 8.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ വേസ്റ്റ് ബാൻഡ് വരുന്നത് അതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എടുത്തിട്ട് നമുക്ക് മുകളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ എത്രയാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് അതുകൂടി ഒന്ന് മെഷർ ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 4 പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ടോട്ടൽ വന്നിട്ടുള്ളത് 22ആണ്. അപ്പോൾ 22ന് 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ക്ലോത്തിലും എത്ര മെറ്റീരിയൽ വേണം എന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ എനിക്കിവിടെ ഈ ഒരു വിഡ്ത്തിൽ 12 ഇഞ്ച് ലെങ്ത്താണ് വരുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ലെങ്ത്തിലും വിഡ്ത്തിലും ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ജോയിൻ ചെയ്യുമ്പോൾ കറക്റ്റ് എത്രയാണോ വേണ്ടതെന്ന് നോക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാൻ ഈ ഒരു അളവിൽ ഇപ്പോൾ 4 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കട്ടിങ് വരുന്നത്. ഇനി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം, സ്കിപ്പ് ചെയ്യാതെ കാണാം. നമ്മളിതാ ഓരോ പീസും 2 പീസ് ഞാൻ ആദ്യം ഇതുപോലെ ഒരു 1/4 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ തയ്യൽ തുമ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യം നമുക്ക് 2 പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം 2 പീസ് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ 4 പീസ് നമ്മൾ നല്ല വശവും ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ബിഗിനേഴ്സിനാണെങ്കിലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. എപ്പോഴും പലാസോ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ ഒരു പാട്ടിയാലയും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമുക്കൊരു വെറൈറ്റി ഒക്കെ ആയിട്ട് സൽവാറിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. അപ്പോൾ നമ്മൾ 4 പീസും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജോയിൻ ചെയ്ത് കൊടുക്കാം. ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണോ ഒറ്റ പീസായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് എത്രയാണോ മെഷർമെൻറ്റ് എന്ന് നോക്കിയിട്ട് ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഞാൻ എല്ലാ പീസും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഭാഗം മാത്രം ഓപ്പൺ ആക്കി വയ്ക്കുക, നമുക്ക് ചരടൊക്കെ ഇടാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട്. ബാക്കി എല്ലാ ഭാഗവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗവും ഞാനിതുപോലെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നീറ്റായിട്ടിരിക്കുക. അതുപോലെ സ്റ്റിച്ചൊക്കെ നല്ല പതിച്ചടിക്കുമ്പോൾ ആ ക്ലോത്തൊക്കെ നല്ല വൃത്തിയിൽ കിട്ടും. ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് നമുക്ക് എത്രയാണോ വേസ്റ്റ് ബാൻഡിൻ്റെ വിഡ്ത്ത് വരുന്നത് എന്നൊന്ന് നോക്കാം. നമ്മൾ അളവിൽ തന്നിട്ടുള്ള മെറ്റീരിയലിൻ്റെ മെഷർമെൻറ്റ് നമ്മുടെ വിഡ്ത്ത് എത്രയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അളന്നിട്ട് മാറ്റാം കേട്ടോ. ഞാനിതാ ഇതുപോലെ നിവർത്തി 2 സൈഡാക്കിയിട്ട് 2 മടക്കിൽ ഞാൻ നിവർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എത്രയാണ് വരുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ നമുക്ക് 23 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കൊരു 22 ഇഞ്ചാണ് നമ്മുടെ അളവിൽ തന്നിട്ടുള്ള വേസ്റ്റ് ബാൻഡിൻ്റെ വിഡ്ത്ത് വരുന്നത്. 22 ഇഞ്ചാണ്. കറക്റ്റ് നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 22 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഏത് വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ. 2 മാർക്കിങ്ങും ഇതുപോലെ ഞാനൊരു എക്സസൈസുള്ള ഭാഗങ്ങളൊക്കെ ബാക്കി ഭാഗം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കറക്റ്റ് നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ് മതി. ഓപ്പൺ ചെയ്യാനൊക്കെ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് 1 ഇഞ്ച് തയ്യൽ തുമ്പ് മതി, കൂടുതൽ നമുക്ക് ആവശ്യമില്ല. അപ്പം ഞാൻ ബാക്കി ഭാഗം ഞാൻ തയ്യൽ തുമ്പും അതുപോലെ നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗമൊക്കെ മാർക്ക് ചെയ്യാണ്. 1.5 ഇഞ്ചാണ് മുകളിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള അളവ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ താഴെ നിന്ന് ഒരു 4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ഇഞ്ച് വീതിയിൽ നമുക്കിതൊന്ന് നമ്മുടെ ചുരിദാറിൻ്റെ സ്ലിറ്റൊക്കെ നമ്മൾ തയ്ക്കുമല്ലോ, ആ ഒരു രീതിയിൽ നമുക്കിതൊന്ന് തയ്ച്ചെടുക്കാം കേട്ടോ. ഓപ്പൺ ആക്കിയിട്ട് നമുക്കൊന്ന് തയ്ച്ച് കൊടുക്കാം. നമ്മുടെ സ്ലിറ്റ് തയ്ക്കുന്ന അതേ രീതിയിൽ നമുക്ക് ആ ഒരു ഫിനിഷിങ്ങിൽ നമുക്ക് ഈ ഒരു ഭാഗം തയ്ച്ച് ഫിനിഷ് ചെയ്യാം കേട്ടോ. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ കൺഫ്യൂഷനൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടും ഇത്രയും സ്ലോ ആയിട്ടും ഞാൻ കാണിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ 1-2 തവണ കണ്ടാൽ മതി. സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ഞാനിതിൽ കാണിച്ചിട്ടുള്ളത്.
എന്തെങ്കിലും ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിച്ചാൽ മതി, ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതാട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ സ്ലിറ്റൊക്കെ ഫിനിഷ് ചെയ്യുന്നത് പോലെ 2 മടക്കിൽ ഇതേപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് ആ ഒരു ഓപ്പൺ വരുന്ന ഭാഗം കിട്ടും. കൂടുതൽ നമ്മൾ ഇങ്ങനെ ഓപ്പൺ അല്ലെങ്കിൽ ചരടിടുന്ന മോഡൽസ് ചെയ്യാറേ ഇല്ല. എല്ലാവരും ഇലാസ്റ്റിക് വരുന്ന പലാസോ പാൻ്റാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറയാറുള്ളത്. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇതുപോലൊരു പട്ടിയാല പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാനുള്ളൊരു മെഷർമെൻറ്റ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഒരു വെറൈറ്റി മോഡലായിട്ട് എല്ലാ സൽവാസിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഇതേപോലെ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് നമുക്ക് ഓപ്പൺ വരുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് മുകൾ വശം നമ്മൾ ചരടിടുന്ന വശം ഇതുപോലെ 2 മടക്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഒരുമിച്ചിട്ട് നിങ്ങൾക്ക് 2 മടക്കിൽ സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ആദ്യം ഒന്ന് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്നുകൂടി മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി. ഞാനിതാ ഇതുപോലെ 2 മടക്കിൽ കറക്റ്റ് മെഷർമെൻറ്റ് എങ്ങനെയാണോ വരുന്നത് അതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. 1 ഇഞ്ച് വീതിയിലാണ് നമുക്കപ്പം ആ ഒരു ചരടിടുന്ന ഭാഗം കിട്ടുന്നത്. അപ്പോൾ അതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ചുറ്റും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യം നമുക്ക് ഈ ഒരു 1 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു സെയിം അളവിൽ തന്നെ ആ ബാൻഡ് കിട്ടും. ഇതേപോലെ ഒന്ന് നഖം കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് ക്ലോത്ത് ഇരിക്കും കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് നമുക്കതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് 2 സൈഡും ഒരേ അളവിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വേസ്റ്റ് ബാൻഡിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഉള്ളത്. നമുക്ക് ബാക്കി ഭാഗം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ലെഗ് പാർട്ടിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മാർക്കിംഗ് കൊടുത്ത ഭാഗത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് 2 മടക്കിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 1 ഇഞ്ച് വീതിയിലാണ് താഴ്ഭാഗം കിട്ടുക. ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. താഴ്ഭാഗമൊക്കെ നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ക്രോച്ച് ഏരിയ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. 2 സൈഡിലും ക്രോച്ച് ഏരിയ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ക്രോച്ച് ഏരിയ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഡബിൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഈ ക്രോച്ച് ഏരിയ എപ്പോഴും നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. 2 സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. നമ്മൾ 2 സൈഡ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് വേസ്റ്റ് ബാൻഡ് എടുത്തിട്ട് നമുക്ക് ഏത് ഭാഗത്താണ് പ്ലീറ്റ്സ് വേണ്ടതെന്നൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഏത് ഭാഗം മുതലാണ്, അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ ചോയ്സിനനുസരിച്ചിട്ട് എത്രത്തോളം പ്ലീറ്റ്സ് വേണം എന്നുള്ളത് നോക്കിയിട്ട് നമുക്കത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഈ ഒരു രീതിയിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതായത് ഫസ്റ്റ് കുറച്ച് പ്ലെയിൻ ആയിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഓരോ പോയിൻറ്റിലും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ 4 സൈഡിലും നമുക്കിതുപോലെ കട്ടിങ് കിട്ടിയിട്ടുണ്ട്. ആ ഭാഗത്ത് നമുക്ക് പ്ലീറ്റ്സ് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഭാഗത്തും സെൻറ്റർ പോയിൻറ്റ് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോ ഭാഗവും സ്റ്റിച്ച് ചെയ്യുമ്പം പോയിൻറ്റ്സ് വരുന്ന നമ്മൾ നോച്ച് ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു പോയിൻറ്റിൽ നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ ഫസ്റ്റത്തെ പോയിൻ്റ് വരെ പ്ലെയിൻ ആയിട്ട് നോർമൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
നമുക്ക് നോച്ചിട്ട ഭാഗം വരെ നോർമലായിട്ട് നമുക്കൊന്ന് പ്ലെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നോച്ച് തൊട്ടിട്ട് അടുത്ത നോച്ച് വരുന്ന ഭാഗം വരെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. നമ്മൾ പ്ലീറ്റ്സ് ഇടുന്ന സമയത്ത് ഒരു ഭാഗം നമ്മൾ റൈറ്റിലേക്കാണ് ഇടുന്നതെങ്കിൽ അടുത്ത ഭാഗത്ത് നമ്മൾ ലെഫ്റ്റിലേക്ക് ഇടണം. അപ്പോഴേ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് പാൻറ് ഇടുന്ന സമയത്ത് രണ്ട് പ്ലീറ്റ്സും ഒരേ വശത്തേക്ക് നിൽക്കുള്ളൂ. നമ്മളിപ്പോൾ ഒരു സൈഡിൽ ലെഫ്റ്റിലേക്ക് ഇടുന്ന സമയത്ത് മറ്റേ ഭാഗം വരുമ്പോൾ നമ്മൾ റൈറ്റിലേക്ക് ഇടാം കേട്ടോ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പ്ലീറ്റ്സ് ഒരേ രീതിയിൽ നിൽക്കുള്ളൂ. ഇതിപ്പോൾ നമ്മൾ രണ്ട് സൈഡ് നോക്കുമ്പോൾ മുൻഭാഗത്തേക്ക് നമുക്ക് പ്ലീറ്റ്സ് കിട്ടും. ഇതുപോലെ നമ്മൾ അടുത്ത നോച്ച് വരുന്ന ഭാഗം വരെ നമ്മൾ ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് കറക്റ്റായിട്ട് അടുത്ത നോച്ച് വരുന്ന ഭാഗം വരെ നമുക്ക് പ്ലീറ്റ്സ് കിട്ടും. നമ്മൾ വേസ്റ്റിൽ കൊടുത്തിട്ടുള്ള നോച്ചിൻ്റെ ഭാഗം വരെയാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടത്. ലെഗ് പീസിൽ വന്നിട്ടുള്ള നോച്ചിൻ്റെ ഭാഗത്തല്ല, നമ്മൾ വേസ്റ്റിൽ വരുന്ന നോച്ചിൻ്റെ ഭാഗമാണ് നമ്മൾ അളവ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം വരെ നമുക്ക് പ്ലീറ്റ്സ് കിട്ടുന്നുണ്ടോ എന്നൊന്ന് നോക്കാം. ഇത്രയും ഭാഗം നമുക്കിനി പ്ലീറ്റ്സ് ഇടാനുണ്ട്. ഞാൻ ആ ഭാഗം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ബാക്കി വന്നിട്ടുള്ള മെറ്റീരിയൽ എത്രയുണ്ടോ അത്രയും ഭാഗം നമ്മളൊന്ന് പ്ലീറ്റ്സ് ഇട്ടിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. പ്ലീറ്റ്സ് എല്ലാം ഒരേ അളവിലുള്ളതാവാനായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് വ്യത്യാസം ഉണ്ടാവരുത്. പെട്ടെന്ന് കാണുന്ന സമയത്ത് നമുക്ക് നല്ല നീറ്റായിട്ട് ഒരേപോലത്തെ പ്ലീറ്റ്സ് ആണെന്ന് തോന്നണം. ആ ഒരു രീതിയിലാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് ആ നോച്ചിട്ട ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പ്ലീറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി നമ്മൾ പിൻ ചെയ്ത് കൊടുത്ത ബാക്ക് പോർഷൻ അതുവരെ നമുക്ക് പ്ലെയിൻ ആയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അടുത്ത ഭാഗം ഇതുപോലെ പ്ലെയിൻ ആയിട്ട് കുറച്ച് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് അടുത്ത നോച്ച് വരുന്ന ഭാഗത്ത് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അടുത്ത നോച്ച് വരുന്ന ഭാഗം വരെ ഞാൻ പ്ലെയിൻ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് രണ്ടാമത്തെ സൈഡ് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു ഭാഗവും ഞാൻ ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ എന്തായാലും ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നമ്മുടെ പാട്ടിയാലയുടെ ഓൾമോസ്റ്റ് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലെഗിൻ്റെ സൈഡ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാൻ മാത്രമാണുള്ളത്. ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ താഴേന്ന് നമ്മുടെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് ആ ഒരു പോയിന്റിൽ നിന്ന് മാർക്ക് ചെയ്തിട്ട് മുകളിലേക്ക് വരുമ്പോൾ തയ്യൽ തുമ്പ് അത്ര വീതിയിൽ കൊടുക്കാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ക്രോച്ച് ഏരിയയൊക്കെ ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അതേപോലെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പാട്ടിയാലയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എക്സസ് ആയിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും. ഇതേപോലുള്ള വീഡിയോസിനായിട്ട് ഇതുപോലുള്ള ടിപ്സിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനതിൻ്റെ ചരടിന് വേണ്ടിയിട്ട് സെയിം മെറ്റീരിയൽ തന്നെയാണ് ഞാൻ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇത്രയാണ് നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ല എന്നുള്ളതൊന്ന് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മെഷർമെൻറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതും കറക്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. യാതൊരു വ്യത്യാസവും ഇല്ലാതെ സെയിം മെഷർമെൻറ്റിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ പാട്ടിയാല പാൻറ്റിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായോ ഇല്ല എന്നുള്ളതൊന്നും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഇതുപോലുള്ള സ്റ്റിച്ചിങ് വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.